ലോക ഭൂപടത്തിൽ ഇന്ത്യയുടെ കരുത്ത് വിളിച്ചോതുന്ന മറ്റൊരു ചരിത്ര നിമിഷത്തിനാണ് നാം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി മോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും തമ്മിൽ ഒപ്പിട്ടത് വെറും ഒരു കരാറല്ല, മറിച്ച് വരും പതിറ്റാണ്ടുകളിൽ ലോകക്രമം തന്നെ മാറ്റാൻ പോകുന്ന 20 വമ്പൻ തീരുമാനങ്ങളാണ്. പ്രതിരോധം മുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ നീളുന്ന ഈ ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 കരാറുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഉച്ചകോടിയുടെ ഏറ്റവും വലിയ ആകർഷണം പ്രതിരോധ മേഖലയിൽ കൈക്കൊണ്ട നിർണായക തീരുമാനങ്ങളാണ്. 114 പുതിയ റഫേൽ യുദ്ധവിമാനങ്ങൾ കൂടി ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്നു എന്ന വാർത്ത ശത്രു രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഒന്നാണ്. എന്നാൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് വെറും ഒരു കച്ചവടമല്ല എന്നതാണ്. മുൻപത്തെ കരാറുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയുടെ ആകാശ കരുത്ത് വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ പ്രതിരോധ സാമഗ്രികളുടെ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഫ്രാൻസ് നമ്മെ സഹായിക്കുകയാണ്. ഈ വിമാനങ്ങളുടെ നിർമ്മാണത്തിന് ആവശ്യമായ അതീവ രഹസ്യമായ സാങ്കേതിക വിദ്യകൾ ഇന്ത്യക്ക് കൈമാറാൻ ഫ്രാൻസ് തയ്യാറായി കഴിഞ്ഞു. ഇതിനൊപ്പം തന്നെ സമുദ്രാതിർത്തികൾ സംരക്ഷിക്കാൻ കരുത്തുറ്റ അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിലും ഇരു രാജ്യങ്ങളും സഹകരണം ഉറപ്പാക്കി. ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെ ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന രാജ്യം തങ്ങളാണെന്ന് ഈ കരാറുകളിലൂടെ ഫ്രാൻസ് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഇത് വരും തലമുറയിലെ ഇന്ത്യൻ എഞ്ചിനീയർമാർക്കും സൈനികർക്കും വലിയൊരു മുതൽക്കൂട്ടാവും. പ്രതിരോധ മേഖലയിൽ മറ്റൊരു വിപ്ലവകരമായ മാറ്റത്തിന് ഈ കൂടിക്കാഴ്ച സാക്ഷ്യം വഹിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള മലനിരകളിൽ പറക്കാൻ ശേഷിയുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് ഹെലികോപ്റ്ററുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ മോദിയും ഇമാനുവൽ മാക്രോണും ധാരണയായി. സമുദ്രനിരപ്പിൽ നിന്ന് ഏറെ ഉയരത്തിലുള്ള ലഡാക്ക് പോലുള്ള അതിർത്തി പ്രദേശങ്ങളിൽ സൈന്യത്തിന് ആവശ്യ സാധനങ്ങളും സഹായവും എത്തിക്കുന്നതിൽ ഈ ഹെലികോപ്റ്ററുകൾ വലിയ മാറ്റം കൊണ്ടുവരും. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ നിർമ്മിക്കുന്ന ഈ ഹെലികോപ്റ്ററുകൾ ഇന്ത്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനും സാധിക്കും. ഇത് ഇന്ത്യയെ ഒരു ആഗോള പ്രതിരോധ നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിക്കും. നമുക്ക് ചുറ്റുമുള്ള രാജ്യങ്ങൾ സാമ്പത്തികമായും രാഷ്ട്രീയമായും തകർച്ച നേരിടുമ്പോൾ ഭാരതം മാത്രം എങ്ങനെ ഇത്ര വേഗത്തിൽ മുന്നേറുന്നു എന്നതിന്റെ ഉത്തരമാണ് ഈ കരാറുകൾ. ഇന്ത്യ ഇന്നൊരു രാജ്യത്തെയും ഭയപ്പെടുന്നില്ല, പകരം എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ട് സ്വന്തം വഴി വെട്ടിത്തെളിയിക്കുകയാണ്. 140 കോടി ജനങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഈ 20 കരാറുകൾ ചിറക് നൽകുന്നു. ആയുധങ്ങൾക്കും വിമാനങ്ങൾക്കും അപ്പുറം മനുഷ്യരാശിയുടെ ഭാവിയെ സ്വാധീനിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലും ഇന്ത്യയും ഫ്രാൻസും കൈകോർക്കുകയാണ്. ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങൾ സുരക്ഷിതമായി വെക്കാനും പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനും ഇരു രാജ്യങ്ങളിലെയും ശാസ്ത്രജ്ഞർ സംയുക്തമായി പ്രവർത്തിക്കും. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനുള്ള ഹരിത ഊർജ പദ്ധതികളും ബഹിരാകാശ ഗവേഷണത്തിലെ പുതിയ ചുവടുവയ്പ്പുകളും ഈ 20 കരാറുകളുടെ ഭാഗമാണ്. ഫ്രാൻസിലെ പാരീസിനടുത്ത് സ്വാമി വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രം ആരംഭിക്കുന്നത് ഇന്ത്യയുടെ ആത്മീയവും സാംസ്കാരികവുമായ മൂല്യങ്ങളെ യൂറോപ്യൻ മണ്ണിൽ കൂടുതൽ ആഴത്തിൽ പതിപ്പിക്കും. അതുപോലെ തന്നെ ഗുജറാത്തിലെ പുരാതനമായ ലോത്തൽ മാരിടൈം കോംപ്ലക്സ് വികസിപ്പിക്കുന്നതിൽ ഫ്രാൻസ് നൽകുന്ന സഹായം നമ്മുടെ സമുദ്ര പൈതൃകത്തെ വീണ്ടെടുക്കാൻ സഹായിക്കുകയാണ്. മോദി ഇമാനുവൽ കൂടിക്കാഴ്ച വെറുമൊരു രാഷ്ട്രീയ നാടകമല്ല, മറിച്ച് ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ പ്രാപ്തിയുള്ള സുപ്രധാനമായ ഒരു വികസന രേഖയാണ്. ഭരണപരമായ കരാറുകൾക്ക് അപ്പുറം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനും ഈ സന്ദർശനം പ്രാധാന്യം നൽകി. ഇതിന്റെ ഭാഗമായി ഫ്രാൻസിൽ ഉടൻ തന്നെ സ്വാമി വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രം തുറക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ഇന്ത്യൻ സംസ്കാരത്തെയും പൈതൃകത്തെയും യൂറോപ്പിന്റെ മണ്ണിൽ കൂടുതൽ ജനപ്രിയമാക്കാൻ ഇത് സഹായിക്കും. ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാൻ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന മാക്രോണിന്റെ പ്രഖ്യാപനം ഇന്ത്യയെ ഫ്രാൻസ് എത്രത്തോളം വിലമതിക്കുന്നു എന്നതിന്റെ തെളിവാണ്. മോദിയും ഇമാനുവൽ മാക്രോണും കൈകോർത്തു നിന്നപ്പോൾ അത് കേവലം 2 രാഷ്ട്ര തലവന്മാർ തമ്മിലുള്ള കൂടിക്കാഴ്ചയായിരുന്നില്ല, മറിച്ച് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന 2 കരുത്തുറ്റ ജനാധിപത്യ രാജ്യങ്ങളുടെ ഐക്യ പ്രഖ്യാപനമായിരുന്നു. പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ വിശ്വസ്തയോടെ കൂടെ നിർത്തിയ ചരിത്രമാണ് ഫ്രാൻസിനുള്ളത്. പ്രതിസന്ധികളിലും പരീക്ഷണ ഘട്ടങ്ങളിലും ഇന്ത്യയെ തനിച്ചാക്കാത്ത ആ പഴയ സൗഹൃദം ഇപ്പോൾ തന്ത്രപരമായ പങ്കാളിത്തം എന്നതിലുപരി ഒരു സഹോദര ബന്ധമായി വളർന്നിരിക്കുകയാണ്. 20 വമ്പൻ കരാറുകളിൽ ഒപ്പിട്ടുകൊണ്ട് ഇരു രാജ്യങ്ങളും കൈമാറിയ സന്ദേശം വ്യക്തമാണ്. ഏഷ്യയിലെയും യൂറോപ്പിലെയും സമാധാനവും പുരോഗതിയും നിലനിർത്താൻ ഈ കൂട്ടുകെട്ട് അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യയെ ഫ്രാൻസിന്റെ ഏറ്റവും വിശ്വസനീയമായ പങ്കാളിയായി മാക്രോൺ വിശേഷിപ്പിച്ചത് വെറുതെയല്ല, മറിച്ച് ഇന്ത്യയുടെ വളരുന്ന ആഗോള സ്വാധീനത്തെ ലോകം എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിന്റെ അടയാളമാണത്. നമ്മൾ കാണുന്ന ഈ ഫ്രാൻസ് ബന്ധം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല.
കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇന്ത്യ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നടത്തുന്ന കരുത്തുറ്റ നീക്കങ്ങളുടെ തുടർച്ചയാണിത്. അമേരിക്കയാകട്ടെ, റഷ്യ ആകട്ടെ, UAE ഇസ്രായേലോ ആകട്ടെ, എല്ലാവർക്കും ഒരേപോലെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരേയൊരു ശക്തിയായി ഭാരതം മാറിക്കഴിഞ്ഞു. ലോകം രണ്ട് ചേരികളായി തിരിഞ്ഞു നിൽക്കുമ്പോഴും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ എല്ലാവരോടും സൗഹൃദം പുലർത്തുന്ന സന്തുലിത നയമാണ് മോദി സർക്കാർ സ്വീകരിക്കുന്നത്. ഒരു കാലത്ത് വികസിത രാജ്യങ്ങളിൽ നിന്ന് സഹായം തേടിയിരുന്ന ഇന്ത്യ ഇന്ന് അവർക്ക് സാങ്കേതിക വിദ്യയും മരുന്നുകളും വാക്സിനുകളും നൽകുന്ന ഒരു വലിയ ശക്തിയായി വളർന്നു കഴിഞ്ഞു. വിദേശ രാജ്യങ്ങളുമായുള്ള ഈ കൂട്ടുകെട്ടുകൾ വെറും കറക്കമല്ല, മറിച്ച് ഓരോ യാത്രയും ഇന്ത്യയിലേക്ക് വലിയ നിക്ഷേപങ്ങളും തൊഴിലവസരങ്ങളും എത്തിക്കാനുള്ള കൃത്യമായ പ്ലാനിംഗ് ആണ്. G20 ഉച്ചകോടിയിലൂടെ ലോകത്തിന്റെ ശബ്ദമായി മാറിയ ഇന്ത്യ ഗ്ലോബൽ സൗത്തിന്റെ നേതാവായി ഇന്ന് അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അറബ് രാജ്യങ്ങളുമായി ചരിത്രത്തിലില്ലാത്ത വിധം അടുത്ത ബന്ധം സ്ഥാപിക്കാനും അതേസമയം തന്നെ പാശ്ചാത്യ രാജ്യങ്ങളുമായി അത്യാധുനിക പ്രതിരോധ കരാറുകളിൽ ഒപ്പിടാനും സാധിക്കുന്നത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണ്. ലോകത്തിലെ ഏത് പ്രതിസന്ധിയിലും ഇന്ത്യയുടെ നിലപാട് എന്താണെന്ന് ഇന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ഈ സൗഹൃദങ്ങൾ വഴി ഇന്ത്യ ലക്ഷ്യമിടുന്നത് സ്വന്തം സുരക്ഷയും സാമ്പത്തിക വളർച്ചയും ഒപ്പം ലോക സമാധാനവുമാണ്. ഈ 20 കരാറുകൾ വെറും വലിയ വാക്കുകളല്ല, ഇത് നമ്മുടെ വീട്ടുമുറ്റത്തെയും ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് ഹരിത ഊർജ മേഖലയിലെ സഹകരണം വഴി വൈദ്യുതി നിരക്ക് കുറയ്ക്കാനുള്ള സാങ്കേതിക വിദ്യകൾ നമുക്ക് ലഭിക്കും. മേക്ക് ഇൻ ഇന്ത്യ വഴി ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും ഇവിടെ നിർമ്മിക്കുമ്പോൾ ആയിരക്കണക്കിന് ചെറുകിട വ്യവസായങ്ങൾക്കും അത് ഉപകാരമാകും. ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് ഉയർന്ന ശമ്പളമുള്ള ജോലി ലഭിക്കും. സൈബർ സുരക്ഷാ കരാറുകൾ വഴി നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഡിജിറ്റൽ ഇടപാടുകളും കൂടുതൽ സുരക്ഷിതമാകും. അതായത് ഈ നയതന്ത്ര വിജയം ഓരോ ഭാരതീയന്റെയും ജീവിത നിലവാരം ഉയർത്താനുള്ള ഒരു ചവിട്ടുപടിയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ഈ 20 കരാറുകൾ കേവലം കടലാസിലെ ഒപ്പുകളല്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരു പുതിയ ലോകക്രമത്തിന്റെ അടിത്തറയാണ്. നരേന്ദ്രമോദിയും ഇമാനുവൽ മാക്രോണും തമ്മിലുള്ള ഈ ആത്മബന്ധം ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒന്നായി മാറുകയാണ്. ലോകം യുദ്ധങ്ങളുടെയും സാമ്പത്തിക അസ്ഥിരതയുടെയും നിഴലിൽ നിൽക്കുമ്പോൾ സമാധാനത്തിലും പരസ്പര വിശ്വാസത്തിലും അധിഷ്ഠിതമായ ഒരു പങ്കാളിത്തം എങ്ങനെയായിരിക്കണമെന്ന് ഇന്ത്യയും ഫ്രാൻസും ഇന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. ഈ സന്ദർശനത്തിന്റെ ബാക്കി പത്രമായി നാം കാണുന്നത് വെറും ആയുധങ്ങളോ വിമാനങ്ങളോ മാത്രമല്ല, മറിച്ച് ഇന്ത്യൻ യുവതയ്ക്ക് ലഭിക്കാൻ പോകുന്ന 10,000-കണക്കിന് തൊഴിലവസരങ്ങളാണ്. നമ്മുടെ എഞ്ചിനീയർമാർക്ക് ലഭിക്കുന്ന ആഗോള സാങ്കേതിക വിദ്യകളാണ്. നമ്മുടെ ശാസ്ത്രജ്ഞർക്ക് ലഭിക്കുന്ന പുതിയ ഗവേഷണ സാധ്യതകളാണ്. പാരീസിലെ തെരുവുകളിൽ ഉയരാൻ പോകുന്ന സ്വാമി വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രം നമ്മുടെ പൈതൃകത്തിന്റെ വിജയക്കൊടിയാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇന്ത്യ ഫ്രാൻസിന്റെ ഏറ്റവും വിശ്വസനീയമായ പങ്കാളിയാണ്. ആ വിശ്വാസം വെറുതെ ഉണ്ടായതല്ല, പതിറ്റാണ്ടുകളായി ഇന്ത്യ പുലർത്തുന്ന ആർജവത്തിനും വളർച്ചയ്ക്കും ലഭിച്ച അംഗീകാരമാണത്. ഇന്തോ പസഫിക് മേഖലയിൽ ആധിപത്യ ശക്തികളെ നിലയ്ക്കു നിർത്താനും ആഗോളതലത്തിൽ നീതിപൂർവമായ ഒരു നിയമവ്യവസ്ഥ നടപ്പിലാക്കാനും ഈ രണ്ട് രാജ്യങ്ങളും ചേർന്ന് നിൽക്കുന്നത് ലോക സമാധാനത്തിന് തന്നെ കരുത്താകും. ഇന്ത്യ ഇന്ന് ആരുടെയും പിന്നാലെ പോകുന്ന രാജ്യമല്ല, മറിച്ച് ലോകത്തെ നയിക്കാൻ പ്രാപ്തിയുള്ള ഒരു മഹാശക്തിയാണെന്ന് ഈ ഉച്ചകോടി അടിവരയിടുകയാണ്. ആത്മനിർഭർ ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ദൂരം ഈ കരാറിലൂടെ ഒന്നുകൂടി കുറഞ്ഞിരിക്കുകയാണ്. വരും തലമുറകൾ ഈ ദിവസത്തെ ഓർക്കുക. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബിസിനസ് നടന്ന ദിവസം എന്ന നിലയിലല്ല, മറിച്ച് ഏഷ്യയുടെയും യൂറോപ്പിന്റെയും കരുത്തന്മാർ ലോക നന്മയ്ക്കായി കൈകോർത്ത സുദിനം എന്ന നിലയിലായിരിക്കും. ഭാരതത്തിന്റെ ഈ കുതിപ്പിൽ നമുക്കും അഭിമാനിക്കാം. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.